നമസ്കാരം സുഹൃത്തുക്കളെ. ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലേക്കുള്ള സ്വർണം 1/2 കിലോത്തിലധികം അടിച്ചു മാറ്റിയത് ഇപ്പോൾ വളരെയേറെ വാർത്താ പ്രാധാന്യമുള്ള ഒരു സംഭവമാണ്. ഞാനത് ചോദിക്കട്ടെ, ഈ ആരാധനാലയങ്ങളിൽ എന്തിനാണ് സ്വർണം കൊണ്ട് ചാർത്തുന്നത്? അമ്പലമായാലും പള്ളിയായാലും പൊന്നിൻ കുരിശുമുത്തപ്പ, ശ്രീ ഗുരുവായൂരപ്പ എന്നെല്ലാം പറഞ്ഞ് ഒരുപാട് സ്വർണങ്ങൾ നമ്മൾ ചവിട്ടിക്കേറി വിഗ്രഹങ്ങൾ ദർശിക്കാൻ പോകുന്ന പടികളിൽ പോലും സ്വർണം പൂശുന്ന ഒരു പ്രവണതയുണ്ട്. ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന ഈ ലോഹം, ഇത് നമ്മൾ അമ്പലത്തിൻ്റെ ശ്രീകോവിലിലും കവാടങ്ങളിലും മറ്റുമായി പള്ളികളുടെ ആൾത്താരയിലുമായി ഈ സ്വർണം നിക്ഷേപിക്കേണ്ട കാര്യം എന്താണ്? ഈ സ്വർണം ഇവിടെ നിക്ഷേപിച്ചുകൊണ്ട് പാവപ്പെട്ട ജനങ്ങൾക്ക് എന്തുപകാരമുള്ളത്? ഇപ്പോൾ നമുക്കറിയാം, തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണക്കെട്ടുകൾ അതിൻ്റെ നിലവറകളിൽ ഇപ്പോഴും ഭദ്രമാണ്. കേരള സർക്കാരിൻ്റെ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ കാവലും നിൽക്കുന്നുണ്ട്. എന്തിനു വേണ്ടി? ആർക്കു വേണ്ടി? ഈ സ്വർണം അമ്പലങ്ങളിലും പള്ളികളിലും നിക്ഷേപിച്ചുകൊണ്ട് പാവപ്പെട്ട ജനങ്ങൾക്ക് എന്ത് ഉപകാരമുള്ളത്? ഈ സ്വർണം വഴിപാടായിട്ട് അവിടെ കിട്ടിയതാണെങ്കിൽ ആ സ്വർണമെല്ലാം സ്വരൂപിച്ച്, അവിടെ കിട്ടുന്ന പൈസയെല്ലാം സ്വരൂപിച്ച് വർഷാവസാനം അതാത് പ്രദേശങ്ങളിലുള്ള സാമ്പത്തിക ശേഷി തീരെ ഇല്ലാത്ത പെൺകുട്ടികളെ വിവാഹം കഴിച്ചയക്കാനും, അതുപോലെ തന്നെ ഭക്ഷണം കിട്ടാത്ത വ്യക്തികൾക്ക് ഭക്ഷണം കൊടുക്കാനും, രോഗശയ്യയിലായിട്ടുള്ള ആൾക്കാരെ ചികിത്സിക്കാനുമായി ഈ സ്വർണത്തിൻ്റെ പൈസയും അവിടെ കിട്ടുന്ന വരുമാനത്തിൻ്റെ പൈസയും നമുക്ക് ഉപയോഗിച്ചുകൂടെ? അല്ലാതെ ഈ അമ്പലങ്ങളിലും ദൈവങ്ങളുടെ വിഗ്രഹത്തിന് ചുറ്റും സ്വർണ്ണമാലയും സ്വർണ്ണ പതക്കവും പതിപ്പിച്ചുകൊണ്ട് നമ്മൾക്ക്, ഈ നാടിന്, ഈ ജനങ്ങൾക്ക് എന്തുപകാരമുള്ളത്? അങ്ങനെ ഉപകാരമില്ലാത്ത സ്വർണങ്ങൾ ഈ 1 ലക്ഷം കടന്ന വിലയിൽ തിളങ്ങി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ അത് മോഷ്ടിക്കാനുള്ള പ്രവണത കൂടി വരും. ദൈവം എന്ന് പറയുന്ന സങ്കല്പം അത് സ്വർണത്തിന് വേണ്ടിയുള്ളതോ പണത്തിന് വേണ്ടിയുള്ളതോ അല്ല. നമ്മുടെ മനസ്സിലെ ദുഃഖഭാരങ്ങൾ നമ്മൾ പള്ളികളിൽ പോയി കുമ്പസരിക്കുമ്പോൾ മാറുന്ന ഒരാശ്വാസം, അതേപോലെ ദൈവവിഗ്രഹങ്ങളുടെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളത് ഏറ്റു പറയുമ്പോൾ മാറുന്ന ഒരാശ്വാസം, അതിലപ്പുറം ഒരു പനി പിടിച്ചാൽ പോലും ഈ ലോകത്തിലെ ഒരു ദൈവത്തിനും നമ്മളെ രക്ഷിക്കാൻ കഴിയില്ല. നമ്മൾ ഹോസ്പിറ്റലിൽ പോവുകയും അല്ലെങ്കിൽ പാരസെറ്റമോൾ മേടിച്ച് കഴിക്കുകയും ചെയ്താൽ മാത്രമേ ആ പനി മാറുള്ളൂ. പിന്നീട് എന്തിനാണ് നമ്മൾ ഇതേപോലെ അവിടെ വഴിപാടുമായി വരുന്ന ആൾക്കാരുടെ സ്വർണം അവിടെ പൂശി ആ ക്ഷേത്രം അല്ലെങ്കിൽ ആ പള്ളി അലങ്കാരപൂരിതമാക്കുന്നത്? അത് തെറ്റല്ലേ? ഒരിക്കലും ദൈവത്തിന് സ്വർണത്തിൻ്റെ ആവശ്യമില്ല. ദൈവമാണ് ലോകം ഉണ്ടാക്കിയത് എന്നാണ് വിശ്വാസികൾ പറയുന്നത്. ശരി, അതല്ലെങ്കിൽ പോലും അങ്ങനെയാണെങ്കിൽ ആ സ്വർണം പാവപ്പെട്ട ജനങ്ങൾക്ക് ഉപകരിക്കുന്ന രീതിയിൽ നമ്മൾക്ക് മാറ്റിയെടുക്കാൻ കഴിയണം. അങ്ങനെ മാറ്റിയെടുക്കാൻ കഴിയുമ്പോൾ മാത്രമേ ക്ഷേത്രങ്ങളിൽ മോഷണങ്ങൾ ഇല്ലാതെയാവുകയുള്ളൂ. ക്ഷേത്രം പരിശുദ്ധമായ ശ്രീകോവിലുകളായി മാറുകയുള്ളൂ. പള്ളി പരിശുദ്ധമായ ശ്രീകോവിലുകളായി മാറണമെങ്കിൽ അവിടെ വരുന്ന വരുമാനം കൊണ്ട് അതിന് ചുറ്റുമുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ അവിടുത്തെ കമ്മിറ്റിക്കാർക്ക് ത്രാണി ഉണ്ടാവണം. അല്ലാതെ ബിൽഡിങ്ങുകൾ കെട്ടിപ്പൊക്കുകയും ലോകത്തില്ലാത്ത രീതിയിലുള്ള മനോഹരമായ ദേവാലയങ്ങൾ പണിഞ്ഞ് അതിനെ സ്വർണം പൂശി അതിനുള്ളിൽ ഇരിക്കുന്ന ദൈവത്തിന് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യ ബോധം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് അവിടെ കൊടുക്കുന്ന 10 പൈസയ്ക്ക് 20 പൈസയായി പാവപ്പെട്ട ജനങ്ങൾക്ക് ഉപകാരമാകുന്ന രീതിയിൽ വിനിയോഗിക്കാൻ അതാത് ക്ഷേത്ര കമ്മിറ്റി, അതാത് പള്ളി കമ്മിറ്റികൾ ജാഗരൂകരായിരിക്കണമെന്ന് എൻ്റെ വിനീതമായ അഭ്യർത്ഥനയാണ്.